നമസ്കാരം. നല്ല മഴയാണ്, അതുകൊണ്ടാണ് കുട ചൂടി നിൽക്കുന്നത്. പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, കോയി ഫിഷ് മഴവെള്ളം തട്ടിയാൽ പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ. പല ആളുകൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഴ കൊണ്ടാൽ നമ്മുടെ കോയി ഫിഷ് ചത്തുപോകുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മഴ ഒന്ന് ചോർന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം മഴയാവുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചോദ്യം വ്യക്തമാണല്ലോ, മഴവെള്ളം തട്ടിയാൽ ഫിഷ് ചാകുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഒറ്റയടിക്കുള്ള ഉത്തരം ചത്തുപോകും, ചത്തുപോകില്ല എന്നുള്ളതാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോയി ഫിഷിനെ വളർത്തേണ്ടത് നല്ല ഫിൽട്രേഷൻ സംവിധാനത്തോടെയാണ് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ പറയും, ഓ എൻ്റെ ഫിഷ് ചത്തല്ലോ, മഴ വെള്ളം തട്ടിയിട്ട് ചത്തുപോയിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഫിൽട്രേഷനും ഉണ്ട് എന്ന് പറയും. പക്കാ ഫിൽട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് ചത്തുപോകുന്നത്. കാരണം നമ്മുടെ ഫിൽട്രേഷനിൽ ബയോ ഫിൽട്രേഷൻ വേണ്ടത്ര രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അത് കാരണമാണ് മഴവെള്ളം തട്ടിയാൽ ഫിഷുകൾ ചാവുന്നത്. വെള്ളത്തിലുണ്ടാകുന്ന pHൻ്റെ വ്യത്യാസം മൂലമാണ് നമ്മുടെ ഫിഷ് ചത്തുപോകുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ എന്താണെന്നുള്ളത് വ്യക്തമാക്കി തന്നു. ചത്തുപോകും എന്നു പറയാനുള്ള കാരണം ഫിൽട്രേഷന് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത്. ബയോ ഫിൽട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഫിഷ് ചത്തുപോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഫിൽട്രേഷനൊന്നും ഇല്ല. ഇനി ഫിൽട്രേഷൻ ഉണ്ടാകും, അത് പക്ക ഫിൽട്രേഷൻ ആയിരിക്കില്ല. താൽക്കാലികമായിട്ട് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ മാത്രമായിട്ട് ഫിൽട്രേഷൻ വെക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ ഫിൽട്രേഷനിലൊക്കെ, അവരുടെ പോണ്ടിലൊക്കെ തന്നെ ഇത്തരം മഴ പെയ്താൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചത്തുപോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചത്തുപോകും എന്നുള്ളതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി ചത്തുപോകില്ല എന്ന് പറയാനുള്ള കാരണം, ഒരിക്കലും തന്നെ കോയി ഫിഷ് മഴ പെയ്താൽ, മഴ തട്ടിയാൽ, മഴവെള്ളം തട്ടിയാൽ ഒരിക്കലും ചത്തുപോകില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഈ ഫിഷ് എത്തില്ല. വേൾഡിൽ തന്നെ ഫിഷ് മഴയത്ത് തന്നെയാണ് ജനിക്കുന്നതും വളരുന്നതും ഒക്കെ തന്നെ. പക്ഷേ എന്താണ്, അത് നാച്ചുറൽ പോണ്ടിലൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനത്തെ ഒരു പ്രശ്നമേ അത് ഉദിക്കുന്നില്ല. ഇതുപോലെയുള്ള നമ്മൾ നാച്ചുറൽ പോണ്ടിൽ നിന്ന് മാറി ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ പോണ്ടിൽ കൊണ്ടുവന്ന് വളർത്തുമ്പം നാച്ചുറൽ പോണ്ടിലുള്ള അതേ ഫെസിലിറ്റി നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ പോണ്ടിൽ കിട്ടുന്നില്ല. ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ഈ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ പോണ്ടിലുള്ള നമുക്ക് അത്ര തന്നെ ഗുണനിലവാരം കൊടുക്കാൻ പറ്റില്ല എങ്കിലും, കാരണം അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി ആയതുകൊണ്ട് തന്നെ അത്തരം ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മളെക്കൊണ്ട് കഴിയും വിധത്തിൽ ഒരുക്കി കൊടുക്കുക. നാച്ചുറൽ പോണ്ടിലുള്ള അതേ ക്വാളിറ്റി കുറച്ചെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ഫിൽട്രേഷനുകളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത്തരം ഫിൽട്രേഷനുകളിലുള്ള കോയി ഫിഷ് പോണ്ടിൽ മഴവെള്ളം തട്ടിയാൽ, മഴ പെയ്താൽ ഒരിക്കലും തന്നെ കോയി ഫിഷ് ചാകില്ല എന്നുള്ളതാണ് രണ്ടാമത്തേതായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. മനസ്സിലായല്ലോ? കണ്ടില്ലേ, നമ്മുടെ ഫിൽട്രേഷനിൽ ഒരിക്കലും തന്നെ എന്നുണ്ടാവില്ല, ഇതുപോലെ ബയോ ഫിൽട്രേഷന് വേർതിരിച്ചുണ്ടാവില്ല. ഇതെല്ലാം മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്നുള്ള രീതിയിൽ സോളിഡ് വേസ്റ്റ് പിടിച്ചെടുക്കുന്നതിന് സഹായകമാകുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ട, സോളിഡ് വേസ്റ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. പക്ഷെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ, ഉദാഹരണത്തിന് 1, 2, 3, 4 ഈ 4 ഫിൽട്രേഷനിലും നമ്മൾ സോളിഡ് വേസ്റ്റ് പിടിച്ചെടുക്കുന്നതിന് വലകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ 5ാമത്തെ ചേമ്പറിൽ നമ്മുടെ ഈ ഫിൽട്രേഷന്, ഈ ബയോ ഫിൽട്രേഷനാണ് വെച്ചിട്ടുള്ളത്. ഇത്തരം ബയോ ഫിൽട്രേഷനുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോണ്ടിൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഫിഷുകൾക്ക് പ്രശ്നങ്ങൾ വരും, വെള്ളത്തിൻ്റെ pHന് മാറ്റങ്ങൾ വരും,
അപ്പോൾ അതുകൊണ്ടാണ് ഫിഷുകളൊക്കെ ചത്തുപോകുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു പോണ്ടാണിത്. ഇതിൽ നിന്ന് നമ്മൾ മുകൾ ഭാഗത്ത് മഴ പെയ്യുന്നത് എല്ലാ വെള്ളവും തന്നെ ഈ പോണ്ടിലേക്ക് ചാടിയിട്ടാണ് പുറത്തു പോകുന്നത്. അതായത് വീടിൻ്റെ മുകളിൽ പെയ്യുന്ന മഴവെള്ളം എല്ലാം തന്നെ കോയി ഫിഷ് പോണ്ടിലേക്ക് ചാടിയിട്ട് അതിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. താങ്ക് യു.